വളരെ ഡിഫറൻ്റായ ഒരു സൈഫൈ സിനിമയ്ക്ക് ഇന്ന് നമുക്ക് സാക്ഷികളാകാം. കൂടുതലറിയാം, വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമുള്ള ചിത്രത്തിൻ്റെ പ്രധാന റോൾ ചെയ്യുന്നത് സ്കാർലെറ്റ് ജൊഹാൻസൺ ആണ്. പടത്തിൻ്റെ സൗണ്ട് മിക്സിംഗ്, ക്യാമറ ആംഗിൾസ് ഒക്കെ തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കും. ഡാർക്ക് കളർ ഗ്രേഡിംഗ് ആണ് ചിത്രത്തിൽ ഉടനീളം എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. സ്വല്പം ഡിസ്റ്റർബിംഗ് കൂടിയായ പടം നോവലിനെ ആസ്പദമാക്കി ഒരുക്കിയതാണ്. 10 വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ് സംവിധായകൻ ഗ്ലേസറും സഹതിരക്കഥാകൃത്തും ഈ രീതിയിൽ ചിത്രത്തെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. നായിക ഒഴിച്ച് മറ്റെല്ലാവരും സ്ക്രീനിൽ പുതുമുഖങ്ങളാണ്. മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പല രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് ഒളിക്യാമറ ഉപയോഗിച്ചാണ് എന്നതാണ്. ക്രിട്ടിക്കലി മികച്ച അഭിപ്രായം നേടിയ ചിത്രം ആ വർഷത്തെ ഏറ്റവും ഗംഭീര പടം എന്ന ഖ്യാതി നേടി 21ാം നൂറ്റാണ്ടിലെ BBC-യുടെ 100 മികച്ച സിനിമകളിൽ 61ാം സ്ഥാനത്തും എത്തി. എന്നിരുന്നാലും പടം ബോക്സ് ഓഫീസ് പരാജയമായിരുന്നു കേട്ടോ. ഒരുപാട് ഇന്നർ ലെയറുകൾ നിറഞ്ഞ ഈ ചിത്രം എല്ലാവർക്കും പറ്റിയ ഒന്നല്ല. ആർക്ക് പറ്റിയതാണ് എന്ന് ചോദിച്ചാൽ ഡിഫറൻറ്റ് മേക്കിംഗ് താല്പര്യം ഉള്ളവർക്ക് തീർച്ചയായും ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. കുറച്ച് ന്യൂഡ് രംഗങ്ങളുമുണ്ട്. ഇനി ഏതാണ് സിനിമ എന്നല്ലേ? 2013 ഇറങ്ങിയ അണ്ടർ ദ സ്കിൻ കാണുക. കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ ഞങ്ങളെയും കൂടി അറിയിക്കുക. എങ്കിൽ നമുക്ക് മറ്റൊരു സിനിമയുമായി ഇന്നത്തെ സിനിമയിലൂടെ വീണ്ടും കാണാം. ബായ്.